ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ വീടിനടുത്തുള്ള മുട്ടക്കുളത്ത് ദേവീ ക്ഷേത്രത്തിൽ അൻപൊലി മഹോത്സവമാണ്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഉൾവശത്തോട്ട് കയറി വരുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും റെഡിയായി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ 7:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊരു 7 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങി. 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളതെന്നാണ് കരുതിയത്, 7:30 സമയം കൊടുത്താലും. പക്ഷേ കറക്റ്റ് കോർഡിനേഷൻ ആയിരുന്നു കേട്ടോ. കറക്റ്റ് സമയത്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലോട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങി 7:30 ആയപ്പോഴേ. അപ്പോൾ ഓരോ ഭഗവാന്മാരുടെ ഫ്ലോട്ട് ഉണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. രാത്രി ആയതുകൊണ്ട് ആ ലൈറ്റിൻ്റെ എഫക്റ്റ്, പക്ഷേ ലൈറ്റിൻ്റെ കുറച്ച് ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നത് കൂടിപ്പോയെന്ന് തോന്നുന്നു. കാരണം കുറേ നേരം നമുക്കത് നോക്കി വയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. കണ്ണിങ്ങനെ വല്ലാത്ത പോലെ ആവുന്നുണ്ടായിരുന്നു. അപ്പം രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ. അപ്പോൾ ദേവനെ വിഷ്ണുയുടെ അതെല്ലാം കൊണ്ട് കാണിച്ച് അതിലൊക്കെ ഒന്ന് തൊട്ട് നോക്കി. ആൾക്ക് പേടിയൊന്നുമില്ല. ഞങ്ങൾ വിചാരിച്ചു ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തൊടാൻ പേടിയായിരിക്കും. അവൻ എവിടുന്ന ഒരു പേടിയില്ലായിരുന്നു. അതിലൊക്കെ തൊട്ട് അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ താലപ്പൊലിയൊക്കെ റെഡിയായി സെറ്റായി നിൽക്കുമായിരുന്നു. അപ്പോൾ പഞ്ചാരിമേളക്കാരും ഫ്ലോട്ടും ഒക്കെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അമ്മയെ അകത്തുനിന്ന് സ്വീകരിച്ച് വെളിയിലോട്ട് കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ് അടുത്തേ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് മുട്ടക്കുളത്ത് അമ്മയെ സ്വീകരിച്ചിട്ട് വഞ്ചിമുക്കെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് അവിടുന്ന് തിരിച്ച് വീണ്ടും മൂന്നാംകുറ്റിയിൽ അൻപൊലിക്കളമുണ്ട്. അൻപൊലി നടത്തുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ അവിടോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഫ്രണ്ട്സ് ക്ലബ്ബാണ് ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സെറ്റപ്പും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അമ്പലത്തിൽ നിന്ന് അൻപൊലിക്കളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. അപ്പോൾ നല്ല രസമാണ് നമുക്കത് കാണാൻ തന്നെ. ആ 2 ഭാഗത്തായിട്ട് താലപ്പൊലി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതും, അപ്പോൾ അതിൻ്റെ നടുവിലൂടെ അമ്മ ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് വെളിയിലോട്ട് വരാൻ തയ്യാറായിട്ട് കൊണ്ട് നിൽക്കുന്ന അതൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഞാനും താലപ്പൊലി എടുക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ ദേവൻ അങ്ങനെ വിഷ്ണു ചേട്ടൻ്റെ കയ്യിൽ ഇരിക്കും, എന്നാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ആൾക്ക് ഇനി വരണം. അപ്പോൾ അവനെയും കൊണ്ട് കുറച്ച് ദൂരമേ ഉള്ളൂ താലപ്പൊലിയായിട്ട് പോകാനുള്ളെങ്കിലും നമ്മൾ താലപ്പൊലിയായിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും പിന്നെ അത് ഇടയ്ക്ക് വെച്ചിട്ട് മാറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അത് എടുക്കുന്നത് പോസിബിൾ അല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ താലപ്പൊലിയുടെ കൂടെ നടന്ന് നമുക്ക് അൻപൊലിക്കളത്തിലോട്ട് പോകാനുള്ള രീതിയിൽ അമ്മ ഇറങ്ങിയ സമയത്ത് താലപ്പൊലി ഇറങ്ങി. പിന്നെ അതിൻ്റെ ബാക്കിൽ ഞാനും വിഷ്ണുചേട്ടനും കുഞ്ഞും കൂടി പിന്നെ നടന്ന് പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ പറയാതിരിക്കാൻ പോയാൽ അതുപോലെ ആളുകളുണ്ടായിരുന്നു. നമ്മളൊരു ഉത്സവത്തിന് പങ്കെടുക്കുന്ന രീതിയിലുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അമ്പലം പണി ആയതുകൊണ്ട് 2-3 വർഷമായിട്ട് ഉത്സവം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഉത്സവം ഞാൻ അവിടുത്തെ കണ്ടിട്ടില്ല. അതിന് മുന്നേയൊക്കെ ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പോയപ്പോൾ കറക്റ്റ് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു അവിടെ മൊത്തത്തിൽ. അപ്പോൾ അതിനിടയ്ക്ക് അതിൻ്റെ ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേവൻ്റെ നോട്ടം അങ്ങോട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇയാൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ആ ചെക്കൻ കൊണ്ടുവന്ന ബലൂണൊക്കെ അടുത്ത് കാണിച്ചിട്ടും ഇയാൾ നോക്കി നിൽക്കുന്ന, അല്ലാതെ അത് വേണമെന്നോ കൈ ഉയർത്തി വാങ്ങിക്കുന്നൊന്നും ഇല്ലായിരുന്നു. കാരണം ഒരു കാര്യം കൂടെ ഉണ്ട്, ഇയാളുടെ കയ്യിൽ ഒരു ഐസ്ക്രീമിൻ്റെ കൂടും കൊണ്ട് ഇരിപ്പുണ്ട്. അപ്പം അതിനുള്ളിൽ ഐസ്ക്രീമും മൊത്തത്തിലല്ല വാങ്ങിച്ചത്, ആ കൂട് മാത്രമായിട്ട്. അപ്പോൾ അവനതാ ഇഷ്ടം കേട്ടോ. ചില സമയങ്ങളിൽ ഐസ്ക്രീം കഴിച്ചോളും, ചിലപ്പോൾ ഐസ്ക്രീം വേണ്ട, ആ കൂടാണ് ഭയങ്കര ഇഷ്ടം. അപ്പം അമ്പലത്തിൽ നിന്ന് ജീവിത ഇറങ്ങി അൻപൊലിക്കളത്തിലോട്ട് പോകുന്ന ആ സ്ഥലത്തൂടെ ഞങ്ങളും പോയി. പോകുന്ന വഴിക്കാണ് ഇതേണ്ട ഭാർഗവീ നിലയം പോലെ ഈ ഒരു വീട് ഞങ്ങൾ. അപ്പോൾ വിഷ്ണുടൻ പറഞ്ഞു കുറേ വർഷങ്ങളായിട്ട് ആ ഒരു വീട് ഇങ്ങനെ അടഞ്ഞു കിടപ്പുണ്ടെന്ന് പറഞ്ഞു. കറക്റ്റ് അത് കണ്ടപ്പോൾ തന്നെ ഭാർഗവീ നിലയം പോലെ തന്നെ നല്ല പ്രേതപ്പടമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി. അതേപോലെ അതായത് ഒറ്റയ്ക്കൊക്കെ പോകാമെങ്കിൽ നമുക്കൊരു പേടി വരും കേട്ടോ, ആ വഴി പോകാമെങ്കിൽ ആ വീട്. അപ്പോൾ നമ്മൾ മെയിൻ റോഡ് ഭാഗം എത്തിയിട്ടില്ല. അതിന് മുന്നായിട്ട് വഞ്ചിമുക്ക് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോവാണ്. പിന്നെ അത് കഴിഞ്ഞ് വഞ്ചിമുക്ക് ഭാഗം കഴിയുമ്പോൾ പിന്നെ നമ്മൾ കോയിക്കൽ ചന്തയിലോട്ട് മെയിൻ റോഡ് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഈ പള്ളിവിളക്കൊക്കെ ഘോഷയാത്രയുടെ കൂടെ വന്ന് തുടങ്ങിയത്. അപ്പോൾ 2 പള്ളിവിളക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ രസമുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞപ്പോഴത്തേനും താലപ്പൊലി നിന്നാണ് പോകുന്നത്. കുറേ ഭാഗത്തൊക്കെ എതിരേൽപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് അമ്മ പോകുന്നത് അൻപൊലിക്കളത്തിലോട്ട്. അപ്പോഴത്തേക്കും ദേവൻ്റെ സ്വഭാവം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ദേവൻ അലമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബൈക്ക് എടുത്തുകൊണ്ട് വീണ്ടും അൻപൊലി നടക്കുന്ന സ്ഥലത്തോട്ടാണ് വന്നത്. അപ്പം നടന്ന് വരുന്നത് പോസിബിൾ അല്ല, ഇനി അവൻ നിൽക്കത്തതുമില്ല. അപ്പോൾ ഇത് ഇവിടെ വന്നപ്പോഴത്തേക്കിനും എൻ്റെ പൊന്നോ അടിപൊളിയായിട്ട് വലിയ സ്റ്റേജൊക്കെ ആയിരുന്നു. അത്ര ഏരിയ അവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടന്നൊരു ഭാഗമായിരുന്നു. അത്ര ഏരിയ ഈ ഒരു അൻപൊലി സ്ഥലത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കിനും കുത്തിയോട്ട ചൂടും പാട്ടും നടപ്പുണ്ടായിരുന്നു. കുഞ്ഞു മക്കളെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ വലിയവരും ഒന്ന് കളിച്ചു. അപ്പോൾ അതും നല്ലൊരു രസമായിരുന്നു. പിന്നെ വിഷു ചേട്ടന് അടുത്ത ദിവസം ജോലിക്ക് പോകേണ്ടതുകൊണ്ട് കുറേ കൂടി രാത്രി നിന്ന് കഴിഞ്ഞാൽ ആളുടെ ഉറക്കം ശരിയാവത്തില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇങ്ങ് ഇറങ്ങി വീട്ടിൽ പോകാമെന്ന് കരുതി ഇങ്ങ് ഇറങ്ങി. അവിടെ ഭയങ്കര ആളായിരുന്നു കേട്ടോ.
ഇരിക്കാനുള്ള സീറ്റൊക്കെ കാലിയായിട്ടുണ്ട്, പിന്നെ നിന്ന് വേണമെങ്കിൽ കാണാം. അത് കഴിഞ്ഞ് 9:30 ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അത് കഴിക്കാൻ വേണ്ടി നിന്നില്ല, വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചു. 9:30 കഴിഞ്ഞായിരുന്നു നമ്മൾ നിന്നപ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് വെളിയിലോട്ട് വന്നപ്പോഴാണ് ദേ ഇവിടെ ഒരു പഴയകാല മിഠായികളെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഷോപ്പ് കണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറാമല്ലോ എന്ന് കരുതി പിന്നെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലോട്ട് പോവുക ചെയ്തത്. അപ്പോൾ പഴയകാല മിഠായിന്ന് പേരേ ഉള്ളൂ, വിലയെല്ലാം ലേറ്റസ്റ്റ് വിലയാണ്. 1 രൂപയ്ക്ക് 2 തേൻ മിഠായി കിട്ടുന്ന ഭാഗത്ത് ആ ഒരു കുഞ്ഞു പാക്കറ്റിനകത്ത് 10 എണ്ണേ ഉള്ളായിരുന്നു, അതിന് 20 രൂപയാണ്. ഏതെടുത്താലും 20 രൂപയാണ്. മുട്ടായി പഴയ കാലത്തെ ആണെങ്കിലും ഭയങ്കര ഒടുക്കത്തെ വിലയായിരുന്നു. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് മുട്ടായി എടുത്തു. നമ്മൾ സ്ഥിരം ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന തേൻ മുട്ടായി എടുത്തു, പിന്നെ ഒരു ജെയിംസ് മുട്ടായിയുടെ കൂട്ടത്തൊരു സാധനവും കൂടി ഇങ്ങനെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വിഷ്ണുയുടെ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ദേവനം പിടിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണുവേട്ടൻ്റെ കൂട്ടുകാരനാണ്. അപ്പം അവർ രണ്ടും കൂടി ഇങ്ങനെ മിഠായിയൊക്കെ എടുത്ത് വെച്ചിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞു വീട്ടിലോട്ട് വരുന്ന നേരമാണ് നമ്മുടെ പഞ്ചാരി വെള്ളത്തിൻ്റെ കൂടെ അവിടെ ഭയങ്കര ഡാൻസ് ഉണ്ട്. അതിലൊരാളുടെ ഡാൻസ്, എൻ്റെ പൊന്നോ, ഇതായിരുന്നു ഡാൻസ്. ഇതാണ് കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസ്. അവൻ എന്തായാലും അടിപൊളിയായിട്ട് പൊളിച്ചു കേട്ടോ, അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം.